ഏത്തക്കായ്ക്ക് വില കുത്തനെ ഇടിഞ്ഞതോടെ ഏത്തവാഴ കർഷകർ ദുരിതത്തിലായി. ഓണക്കാലത്ത് മികച്ച വില ലഭിച്ച ഏത്തക്കുലയ്ക്ക് പുതുവർഷത്തിൽ കിലോയ്ക്ക് 25 രൂപ പോലും കിട്ടാത്ത അവസ്ഥയാണ്. വില ഇടിഞ്ഞതോടെ മുടക്കുമുതൽ പോലും ലഭിക്കാത്തതാണ് കർഷകരെ വിഷമിപ്പിക്കുന്നത്. ഏത്തക്കായ് വില കുത്തനെ ഇടിഞ്ഞത് ഏത്തവാഴ കർഷകരെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. വിളവെടുപ്പ് സമയമായതിനാൽ ടൺ കണക്കിന് ഏത്തക്കുലകളാണ് ഓരോ ദിവസവും വിപണിയിലെത്തുന്നത്. വില കുത്തനെ ഇടിഞ്ഞതോടെ മുടക്കുമുതൽ പോലും ലഭിക്കാത്ത അവസ്ഥയിലാണെന്ന് കർഷകർ പറയുന്നു. ഏത്തവാഴ കൃഷിക്കാർ എന്ന് പറഞ്ഞാൽ ഇക്കൊല്ലം മനുഷ്യൻ താങ്ങാൻ പറ്റുന്ന അങ്ങേപ്പുറം വില കുറഞ്ഞു പോയി. എന്ന് വെച്ചാൽ കഴിഞ്ഞ കൊല്ലം കിട്ടുന്നതിൻ്റെ പകുതി വില പോലും ഇക്കൊല്ലം ഏത്തവാഴ കൃഷിക്കാർ കിട്ടുന്നില്ല. അതുകൊണ്ട് മനസ്സ് മടുക്കുകയാണ്. നമ്മുടെ ഈ സ്വന്തമായിട്ട് ചെയ്യുന്ന കൂലിക്ക് വെച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ കുറച്ച് കൂലിക്ക് ചെയ്തേ. ഇപ്പോഴത്തെ വളത്തിൻ്റെ വില എല്ലാം ഈ കൂലി കൊടുക്കൽ എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് ചിലവാതിൻ്റെ പകുതി പൈസ പോലും ഇപ്പോൾ ഏത്തവാഴ കൃഷിക്കാർക്ക്, ഞാൻ ഉൾപ്പെടെ ഈ കടങ്ങൂർ ഭാഗത്ത് കൃഷി ചെയ്യുന്ന ആർക്കും കിട്ടുന്നില്ല. കൊണ്ട് കൊടുത്താൽ ആർക്കും വേണ്ട, വില കിട്ടുമോ അതുമില്ല. അതുകൊണ്ട് കൃഷിക്ക് മുടക്കാൻ കാരണം ഇത് തന്നെയാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ലാഭം കിട്ടാൻ വേണ്ടിയല്ലേ ചെയ്യുന്നത്, അല്ല മോക്ഷത്തിനല്ലോ. ഇത് ഒരു വിലയും കിട്ടുന്നില്ല. അതുകൊണ്ട് മനസ്സ് മടുത്തോണ്ട് ഞാൻ ഇനി കൊല്ലം നിർത്താൻ പോവുക, കൃഷി ചെയ്യുന്നില്ല. കാലാവസ്ഥാ വ്യതിയാനവും വളം കീടനാശിനി വില വർധനയും സൃഷ്ടിച്ച പ്രതിസന്ധി തുടരുന്നതിനിടയിലാണ് വിലത്തകർച്ചയുടെ ആഘാതം കർഷകരെ ബാധിക്കുന്നത്. ഓണവിപണിയിൽ കിലോഗ്രാമിന് 60 മുതൽ 65 രൂപ വരെ ലഭിച്ചിരുന്ന ഏത്തക്കായ്ക്ക് ഇപ്പോൾ 25 മുതൽ 26 രൂപ വരെയാണ് വില. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വൻതോതിൽ കുലകൾ എത്തുന്നുണ്ട്. നാടൻ ഏത്തക്കുലയ്ക്ക് ഗുണനിലവാരം കൂടുതലാണെങ്കിലും മറുനാടൻ ഏത്തക്കുലകളാണ് വിപണിയിൽ കൂടുതലെത്തുന്നത്. വയനാട്, മൈസൂർ എന്നിവിടങ്ങളിൽ നിന്നും ദിവസവും ടൺ കണക്കിന് ഏത്തക്കുലകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. നാടൻ കുലകളെ അപേക്ഷിച്ച് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന ഏത്തക്കുലകൾക്ക് വില കുറവാണ്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ വിപണികളിലെത്തുമ്പോൾ 20 രൂപ വരെയാകും. ഇത് വീണ്ടും വില കൂട്ടി വിൽക്കുകയാണ് ചെറുകിട വ്യാപാരികളെന്നും പരാതി ഉയരുന്നുണ്ട്. മറ്റോ വയനാടൻ കായോ തമിഴ്നാട് കായൊക്കെ ഒരുപാട് ലോഡ് കണക്കിന് ഇവിടെ വരുന്നു. അതുകൊണ്ട് നാടൻ കായ്ക്ക് വില കുറയുന്നു. അങ്ങനെ ആ ചെറിയ വില കൊടുത്താൽ മറ്റു കായകൾ അവർക്ക് കിട്ടുന്നുണ്ട്, ഈ മേടിക്കേണ്ടവർക്ക്. അപ്പോൾ ഇതിൻ്റെ അവർ വില കുറയ്ക്കുന്നു, അത്രേ ഉള്ളൂ. അവർക്കാണ് ലാഭം ഏറ്റവും കൂടുതൽ. ഈ കൃഷി ചെയ്യുന്ന കൊണ്ട് കൊടുത്ത് വിൽക്കുന്നവർക്ക് ലാഭം, കായ എടുത്തിട്ട് മറിച്ച് വിൽക്കുന്നവർക്ക് ലാഭം, കൃഷിക്കാർക്കൊന്നും കിട്ടുന്നില്ല. അതാണ് ഏറ്റവും വലിയത്. മണ്ണിൽ പണിയെടുക്കുന്ന കർഷകൻ ഒരു ഏത്തക്കുല ഉൽപ്പാദിപ്പിക്കുമ്പോൾ ചിലവാകുന്നത് 250 രൂപയോളം ചിലവാണ്. ശക്തമായ കാറ്റും മഴയും മൂലം പലപ്പോഴും കൃഷിനാശവും ഉണ്ടാവാറുണ്ട്. വിളവെടുക്കുന്ന സമയത്ത് മുടക്കുമുതൽ പോലും ലഭിക്കാത്ത അവസ്ഥയാണുള്ളതെന്ന് കർഷകർ പറയുന്നു. ശരാശരി 10 കിലോയോളം തൂക്കമുള്ള ഒരു വാഴക്കുലയ്ക്ക് 35 രൂപയെങ്കിലും ലഭിച്ചാൽ മാത്രമേ ചെറിയ ലാഭമെങ്കിലും ലഭിക്കുകയുള്ളൂ. പലപ്പോഴും ഇത് ലഭിക്കാറുമില്ല. വിലത്തകർച്ചയും പ്രകൃതിക്ഷോഭവും കർഷകർക്ക് ദുരിതമാവുമ്പോൾ വാഴക്കൃഷി എങ്ങനെ മുന്നോട്ടു പോകുമെന്നറിയാതെ ആശങ്കയിലാണ് കർഷകർ. ഉപഭോക്താക്കൾക്ക് വിപണിയിൽ ഉയർന്ന വില നൽകേണ്ടി വരുമ്പോഴും പണിയെടുക്കുന്ന കർഷകർക്ക് ചിലവ് കാശ് പോലും ലഭിക്കാത്ത അവസ്ഥയാണുള്ളതെന്നാണ് കർഷകർ പരാതിപ്പെടുന്നത്. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാം.